ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ ടോപ്പിക് സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റഡി വ്ളോഗ് ഇടുന്നത്. സോ എത്രത്തോളം നല്ലതായിട്ട് ഇടാൻ പറ്റും എന്നറിയില്ല. എന്നാലും പിന്നെ ഇതിട്ട് എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ബോക്സ്, ഇത് ഫുള്ള് സ്റ്റിക്കർ കളക്ഷനൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സ്കെച്ചും ഹൈലൈറ്ററൊക്കെ എടുത്തിട്ടുണ്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് വെള്ളം കുടിച്ച് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റഫ് ബുക്ക് എടുത്തിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാമെന്ന് കരുതി. അത് നല്ല കേട്ടോ, നമ്മൾ മറക്കത്തും ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ടിക്കൊക്കെ ഇടാം. നമുക്ക് അത് എന്തൊക്കെ പഠിച്ചെന്നുള്ളതും കൂടി നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റും. എനിക്ക് ഹിന്ദിയും മലയാളമായിരുന്നു. ഹിന്ദിയുടെയും മലയാളത്തിൻ്റെയും 2 ടെസ്റ്റും പിന്നെ മലയാളത്തിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞു. സോ ഫസ്റ്റ് നമുക്ക് അസൈൻമെൻറ്റിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇതാട്ടോ അസൈൻമെൻറ്റ്, ഇത്ര എഴുതണം. ഞാൻ ഈ ഒരു പേപ്പറിലാട്ടോ എഴുതുന്നത്. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് സ്ലോ ആയതുകൊണ്ടായിട്ടോ ഞാൻ സ്പീഡ് മോഷന് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മളോടൊരു കുട്ടി അക്ഷയവാനിയോ അങ്ങനെയല്ലേ പ്രൊനൗൺസ് ചെയ്യുക, ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയുമോ എന്ന്. അപ്പോൾ ഹായ് ഹലോ, എനിക്ക് ഇങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് വേറെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ചാനലിൽ കമൻറ്റ് ഇടുമായിരുന്നു, ഹായ് എന്ന് പറയാമോ, പിന്നെ ഇങ്ങനെ ചെയ്യാമോ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കങ്ങനെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. എനിക്കിങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അസൈൻമെൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി അസൈൻമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരു ഡിസൈൻ. ഞാൻ ഇതാട്ടോ ഉദ്ദേശിച്ചത് ചെയ്യാമെന്ന്. സോ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ A4 പേപ്പറൊക്കെ എടുത്തു, അല്ലാതെ വരച്ച് തന്നെ ചെയ്യുകയാണ്. പിന്നെ ആദ്യം ഞാനൊരു പേപ്പർ വെച്ചൊക്കെ നോക്കി, അതിൽ ചേരുവോ, ചെറുതാണോ അതോ വലുതാണോ എന്നൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ച പിക്ചറിൽ അതുപോലത്തെ അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്നാലും അതുപോലൊക്കെ വരയ്ക്കാൻ നോക്കി. പിന്നെ അവസാനം കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഗൈസ് വരച്ചു കഴിഞ്ഞു. ഇതാട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഹിന്ദി പഠിക്കാൻ പോയി. അങ്ങനെ ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചു. ആ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് മലയാളം എഴുതി പഠിക്കാൻ വെച്ച് റഫ് ബുക്ക് എടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചു വായിച്ച് പഠിക്കാമെന്ന്. പിന്നെ ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇല്ലേ, ഇപ്പോൾ മലയാളത്തിൻ്റെയോ ഹിന്ദിയുടെയും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇതുപോലൊക്കെയുള്ള വലിയ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ പഠിക്കാം, അത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഒരു ലൈൻ വായിക്കുക. പിന്നെ അതിൻ്റെ താഴത്തെ പകുതി ലൈൻ വായിക്കുക. എന്നിട്ട് അവിടെ വരെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇടുക. ഫസ്റ്റ് ലൈനും നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ലൈനും ഒന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ 2 ലൈന് പഠിക്കുക. ആദ്യം നമ്മളൊന്ന് 5 3 വട്ടം ഒന്ന് വായിച്ച് പഠിക്കുക. അതുപോലെ എല്ലാ ലൈനും അതുപോലെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എവിടെ വരെ പഠിക്കണമെന്ന് ബ്രാക്കറ്റ് ഇട്ട് ആ ഒരു ലൈൻ വെച്ച് പഠിക്കുക. ആ ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈൻ പഠിക്കുക. അടുത്ത ലൈൻ പഠിച്ചു കഴിഞ്ഞ് ആദ്യം പഠിച്ച ലൈനും നമ്മൾ ഇപ്പോൾ പഠിച്ച ലൈനും കൂടെ ഒന്നിച്ച് പഠിക്കുക. അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. അങ്ങനെ ആട്ടോ ഞാൻ മിക്കപ്പോഴും പഠിക്കുന്നത്, വലിയ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് ഫുള്ള് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറോ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററോ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ടിക്ക് ഇടുകയാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അതും ടിക്ക് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.